ഭാര്യമാരല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ കാമുകിയെ ബ്രൂട്ടലായിട്ട് കൊല്ലാറുണ്ട്. മൊത്തം സ്ത്രീകളെ കൊല്ലപ്പെട്ട കേസിൽ ഒരു 50% അവരുടെ ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സാണ് കൊലപാതകികൾ. ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടെ നമ്മൾ കാണുന്ന, എത്രത്തോളം അവർ സ്നേഹമായിരുന്നോ അത്രത്തോളം തീക്ഷ്ണമായിട്ട് കൊല്ലുന്നു. അതായത് ഇപ്പോൾ കൊല്ലാൻ ഒരു കഴുത്ത് വെട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു വെട്ട് മതിയെങ്കിൽ ഇവരിങ്ങനെ വെട്ടി കൊല്ലുന്നു. മുഖത്തുണ്ടായ ക്ഷതമാണ് മരണകാരണം എന്ന് ഞാൻ ഒപ്പീനിയൻ കൊടുത്തു. അപ്പോൾ പോലീസ് അത് വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ സ്റ്റെപ്പ് മദറാണ് ഇങ്ങനെ ചെയ്തത്. അവർക്ക് വേറെ ആരുടെയോ കൂടെ വേറൊരു റിലേഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ് സ്മോദർ ചെയ്താണ് കൊന്നതെന്നാണ്. ഇങ്ങനെ ഉപദ്രവിച്ച് ആ കുട്ടി മരിച്ചുപോയി. ഇത്രയും മുറിവുകളുണ്ട്. ആ കേസിൽ കുഞ്ഞല്ലേ തൊട്ടിലിൽ നിന്ന് വീണു. അപ്പം ഞാൻ അതെല്ലാം പറ്റില്ല എന്ന് തന്നെ പറഞ്ഞാൽ ഫിസിക്കലി അത്രയും മുറിവുകളുണ്ട്, അത്രയും ചതവുകളുണ്ട്. ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ബ്രേക്കപ്പ്, തേപ്പ്, ഈ രീതിയിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പ്ലാൻഡ് ആയിട്ടാണ് കൊല്ലുന്നത്. 15 years സാധാരണ 15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ മരിക്കുകയും സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കാമുകന്മാരോ അവർ ബ്രേക്കപ്പോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ആ കേസിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കണ്ടത് പ്രത്യേകത ഹാങ്ങിങ് ആണ് മരണകാരണത്തിൽ സംശയമില്ല, പക്ഷെ അതിൻ്റെ യൂട്രസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറിക്കത്തി ആയിരിക്കാം, ചിലപ്പോൾ കടാരയായിരിക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ചില കേസുകളിൽ ഈ വെപ്പൺ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലീസ് പോയി വെപ്പൺ ഉണ്ടാക്കിച്ചുകൊണ്ട് വരും മെഷർമെൻറ്റ്സും. അങ്ങനത്തെ കേസുകളിൽ ചിലപ്പോൾ കോടതിയിൽ അത് തള്ളിപ്പോകുന്നതിന് സാഹചര്യം ഉണ്ടാകും. മാം, ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇത് റിയാലിറ്റിയിൽ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. നമ്മൾ ഈ സിനിമയിൽ കാണത്തില്ലേ, നിങ്ങളൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു എവിഡൻസ് നിങ്ങൾ കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യേണ്ടുന്നൊരു ടൈം വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതിഭാഗം വക്കീൽ നിങ്ങളെ മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൺക്ലൂഷനെ തിരിച്ച് അദ്ദേഹത്തിന് എന്താണോ നിങ്ങളുടെ വായിന്ന് വേണ്ടത് അതൊരു കൺഫ്യൂഷനിലൂടെ പുറത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് ആ കേസിനെ വഴിതിരിച്ചു വിടാനൊക്കെ ശ്രമിക്കുന്നത് കാണാറുണ്ട്. ശരിക്കും റിയാലിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? കോടതികളിൽ ഡിഫൻസ്, അതായത് പ്രതിഭാഗം വക്കീൽ ഈ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കാരണം ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടാവും, അതിനെ ഡിസ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രതിഭാഗത്തിന് വേണ്ട. അപ്പോൾ അതിന് വേണ്ടി അത് നമ്മുടെ നാട്ടിലെ ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല ഈ ക്രോസ് എക്സാമിനേഷന്. ഇന്ത്യയിലൊരു ടൈം ലിമിറ്റേ ഇല്ല, ഏത് രീതിയിൽ വേണേലും ചോദിക്കാം എന്നുള്ള. ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന കണക്ക് ചോദിക്കുക, നമ്മളെ ഹരാസ് ചെയ്യുന്ന കണക്ക്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ജഡ്ജ് ഇടപെടും, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്ന് പറയും. ഒബ്ജക്ഷൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ചിലതിൽ വളരെ ഇതായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ജഡ്ജിനോട് ചോദിക്കും ഈ ക്വസ്റ്റ്യൻ വെദർ ഐ ഷുഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. പ്രതിഭാഗം വക്കീൽ എപ്പോഴും നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും വരിക. പ്രോസിക്യൂഷനും പഠിക്കുന്നുണ്ടാവും, പക്ഷെ പ്രതിഭാഗം വക്കീൽ കൂടുതലായിട്ട് പഠിക്കും. അവർക്ക് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് സേവ് ചെയ്യാനാണല്ലോ, അവരുടെ ആളിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് എല്ലാ ലൂപ്പ് ഹോൾസും പഠിച്ചിട്ട് വരും. മെഡിക്കൽ നോളജ്, അവരുടെ മെഡിക്കൽ നോളജിന് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് നമ്മൾ ഡോക്ടർമാർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം. അവർ ചിലപ്പം പല ഡോക്ടർമാരുടെയും സംശയം ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. എൻ്റെ ഒരു കേസിൽ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. 4-5 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ സ്റ്റെപ്പ് മദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അച്ഛൻ ഗൾഫിലെ ജോലിയാണ്. ആ കുട്ടി ഒരു ദിവസം കുഴഞ്ഞു വീണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ കുട്ടി മരിച്ചതായിട്ടാണ് അപ്പോൾ ഡോക്ടർ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നു. അപ്പോൾ ന്യൂമോണിയ, കുട്ടികൾക്ക് പെട്ടെന്ന് ന്യൂമോണിയ ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാതെ പെട്ടെന്ന് മരിച്ചു പോകും, അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, സിക്സ് എന്ന് പറഞ്ഞ് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. സാധാരണ ചെറിയ കുട്ടികളാണ്, ഇച്ചിരി വലിയ കുട്ടികൾ വരെ പെട്ടെന്ന് ചിലപ്പോൾ മരിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും എന്ന് വിചാരിച്ചാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ആകെ മുഖത്ത് മൂക്കിൻ്റെയും വായുടെയും ചുറ്റും 2-3 ചെറിയ ഒരവുകൾ മാത്രമേ ഉള്ളൂ. വേറൊരു ഹിസ്റ്ററിയില്ല. അമ്മ നന്നായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. ടീച്ചേഴ്സിൻ്റെയും സ്കൂളിലൊക്കെ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേറൊരു ഇൻവെസ്റ്റിഗേഷനും ഇല്ല. അവസാനം ഇതായിരിക്കും മരണകാരണം, മുഖത്തുണ്ടായ ക്ഷതമാണ് മരണകാരണം എന്ന് ഞാൻ ഒപ്പീനിയൻ കൊടുത്തു. അപ്പോൾ പോലീസ് അത് വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ സ്റ്റെപ്പ് മദറാണ് ഇങ്ങനെ ചെയ്തത്. അവർക്ക് വേറെ ആരുടെയോ കൂടെ വേറൊരു റിലേഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ് സ്മോദർ ചെയ്താണ് കൊന്നതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അത് പക്ഷേ കോടതിയിൽ വന്നപ്പം പ്രോസിക്യൂഷൻ നന്നായിട്ട് വാദിച്ചു. പക്ഷെ ഡിഫൻസ് അതിനെ എങ്ങനെയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് അപസ്മാരം വന്ന് വീണതാണ്
നേരത്തെ കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുള്ളതായിട്ട് ഹിസ്റ്ററി ഇല്ല, പക്ഷെ കുട്ടിക്ക് അപസ്മാരം വന്ന് അവർക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? അപസ്മാരം വന്നാൽ ഈ കുട്ടിയുടെ ബ്രെയിനിന് നീര് വെച്ചിട്ടുണ്ട്. അപസ്മാരത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അപസ്മാരം വന്ന് മരിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാവത്തില്ല. വേറെ മരണകാരണങ്ങൾ ഇല്ലാതെ ഇരിക്കുകയും ഈ അപസ്മാരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുകയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മരുന്ന് നിർത്തുക, ഇങ്ങനെയൊക്കെ വന്നതാണ് അപസ്മാരം വന്ന് മരിക്കുന്നത്. അപസ്മാരം ഒരു എപ്പിസോഡിൽ സാധാരണ മരിക്കാറില്ല. മരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപസ്മാരം വരുന്ന ആൾ ഫിസിക്കലി അല്ലാതെ ഒരു എവിഡൻസും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കലി അപസ്മാരം വരുന്നതിന് വേറെ എവിഡൻസ് ഇല്ല. സാധാരണ അപസ്മാരം വന്ന് മരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപസ്മാരം വരുന്ന ആളിപ്പോൾ തീയുടെ അടുത്താണെങ്കിൽ അടുപ്പിൽ തീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വീണ് തീ കത്തിയാണ് മരിക്കുക. അല്ലെങ്കിൽ വെള്ളത്തിനടുത്ത് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കുളത്തിനടുത്ത് നിൽക്കുന്നു, അപ്പോൾ വെള്ളത്തിലേക്ക് വീണാണ് മരിക്കുക അപസ്മാരം വരുന്നവർ സാധാരണ. അല്ലെങ്കിൽ നീന്താൻ പോകുന്നു, ആ സമയത്ത് അപസ്മാരം. അല്ലാതെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ അപസ്മാരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് ബ്രെയിനിന് നീര് വയ്ക്കുകയും ബ്രെയിനിൻ്റെ എഫക്റ്റ് വരുന്നത് കാരണം ശ്വാസതടസ്സം നേരിട്ടിട്ട് ആണ് മരണം സംഭവിക്കുന്നത്. അപസ്മാരം അതിന് സ്റ്റാറ്റസ് എന്ന് പറയും. ഇതൊന്നും വിറ്റ്നസ്ഡ് അല്ലെങ്കിൽ എവിഡൻസ് കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇതൊന്നും വേറൊരാൾ കണ്ടുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുവരും. അപ്പോൾ അവർ ഡിഫൻസ് കൊണ്ടുവന്ന ഇതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അപസ്മാരം വന്ന് വീണപ്പോഴാണ് മുഖത്തെ പാട് വന്നത്. അതല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ എങ്ങനെയോ ഈ ഡിഫൻസിന് അത് കോടതിയെ ധരിപ്പിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു. ആ രീതിയിൽ ചോദിച്ച് അത് അവർക്ക് ജഡ്ജിനെ അത് ബോധ്യപ്പെടുത്തിയ അങ്ങനെയാണ്. അപ്പോൾ അവർ ഈ കോടതി ആ കേസ് അപ്പം വെറുതെ വിടുകയാണ് ചെയ്തത്. ഇനി പ്രോസിക്യൂഷൻ ഹയർ കോടതിയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ കേസ് അങ്ങനെ പോയി. അതിന് പോലീസിൻ്റെ കണ്ടെത്തൽ ഇവർ സ്മോദർ ചെയ്തു എന്ന് തന്നെയാണ്. നമുക്കും ഫൈൻഡിങ്സ് അതിന് ഫേവറബിളാണ്. അപസ്മാരം ഉണ്ടായതായിട്ട് നമുക്കൊരു ഹിസ്റ്ററി കിട്ടിയിട്ടുമില്ല. നേരത്തെ അപസ്മാരം വന്നതായിട്ടോ ഒന്നും ഹിസ്റ്ററി കിട്ടിയിട്ടുമില്ല. അപ്പോൾ ആ കേസ് അങ്ങനെ പോയി. ഇങ്ങനെ കോടതികളിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതൊരു ഡിഫൻസിൻ്റെ, അതായത് പ്രതിഭാഗം വക്കീലിൻ്റെ ഒരു മികവ് പോലെയാണ് വരുന്നത്. അങ്ങനത്തെ കേസുകളുണ്ട്. പിന്നെ ഒരു കേസിലാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ആഫ്റ്റർനൂണാണ് കോടതി വെച്ചത്. അപ്പം വേഗം ഇടാമെന്ന് എന്തോ പ്രതിഭാഗം വക്കീൽ പറഞ്ഞതായിട്ടാണ് പിറ്റേ ദിവസം കോടതിയിൽ എനിക്ക് ജഡ്ജിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അവർ. അവസാനം ജഡ്ജി ചോദിച്ചു, ഇന്നലെ വക്കീൽ പറഞ്ഞതല്ലേ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളെന്ന്. അപ്പോൾ പ്രതിഭാഗം വക്കീൽ പറഞ്ഞ്, അതായത് എനിക്ക് ഒരു ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു, പക്ഷെ അതിന് ഡോക്ടർ ഞാൻ വിചാരിച്ച പോലെ ഉത്തരം പറയുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നു. അതൊരു കേസ് ഏതോ ഒരു ഇഞ്ചുറി ഉള്ള കേസായിരുന്നു, സ്റ്റാബ് ഇഞ്ചുറി മർഡർ എന്നുള്ള കേസായിരുന്നു. പക്ഷേ പ്രതിയുടെ അവർ ഒക്കറൻസ് വിറ്റ്നസിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവായിരിക്കും. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പ്രതിഭാഗത്തിൻ്റെ ഒരു സജഷൻ ഇത് വീണപ്പോൾ വന്നതാണെന്ന്. അപ്പം ഞാനത് വീണപ്പോൾ വരില്ല എന്ന് പറഞ്ഞത് കാരണം പുള്ളി ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യനെ പല രീതിയിൽ തിരിച്ചും മറിച്ചും ഈ ഒരു പെർട്ടിക്കുലർ ഇഞ്ചുറി മാത്രം വരുമോ, അങ്ങനെ വരുമോ എന്നൊക്കെ രീതിയിൽ. കാരണം നമുക്ക് ഈ വീണ ഇഞ്ചുറിയും അല്ലാതെയും കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ വീഴുമ്പോൾ നമ്മുടെ പ്രോമിനൻറ്റ് പാർട്സ്, ഇപ്പോൾ മുഖമാണെങ്കിൽ മൂക്ക്, നെറ്റി, ഇവയൊക്കെ പോയി ഇടിക്കും. ഇവ ഇടിക്കാതെ മറ്റൊരു ഭാഗം ഇടിക്കത്തില്ല സാധാരണഗതിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഞ്ചുറിയും അവിടെ ഒരു തട്ടിയ പാടും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ആ കേസ് വീണാൽ വരാൻ പറ്റില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ വെറുതെ വീണാൽ ഈ തലയോട്ടി പൊട്ടുന്ന കണക്കൊരു ഇഞ്ചുറി വരത്തില്ല. ഒന്നുകിൽ ഒരാൾ തള്ളിയിടണം, ഒരു അസിസ്റ്റഡ് ഫോൾ, അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് കുറേ ഫോഴ്സ്ഫുള്ളായിട്ട് വീഴണം. അല്ലാതെ വെറുതെ നിപ്പിലങ്ങ് വീണാൽ ഈ തലയോട്ടി പൊട്ടുന്ന കണക്കുള്ള ഇഞ്ചുറീസ് വരില്ല ആ രീതിയിൽ. അപ്പം അങ്ങനെ ഒരു ഹൈറ്റിൽ നിന്ന് വീണാലോ വരില്ല. ഹൈറ്റിൽ നിന്ന് വീഴുവാണെങ്കിൽ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് മറ്റ് ഇഞ്ചുറീസ് ഉണ്ടാവണം. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ വെറുതെ വീണതല്ല, എന്തെങ്കിലും വെപ്പൺ വെച്ച് അടിച്ചതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രഗത്ഭനായ വക്കീലും അയാൾക്ക് എല്ലാം എവിഡൻസിന് വരെ വളച്ചൊടിക്കാൻ കഴിവുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കേസ് ആ രീതിക്ക് പോകത്തുള്ളൂ അല്ലേ? അങ്ങനെ പോകാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ഇത് മെഡിക്കൽ എവിഡൻസ് എന്ന് പറയുന്ന ഒരു കൊറോബറേറ്ററി എവിഡൻസ് ആണ്. അല്ലാതെ ഇത് വെച്ച് മാത്രം ഒരിക്കലും മരണകാരണം ഇതാണെന്ന് പറഞ്ഞ് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അതിന് അവർക്ക് ആ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് വേണം. ഇന്ന രീതിയിൽ കണ്ട ദൃക്സാക്ഷികളാണ് കുറച്ചുകൂടിയും ഫസ്റ്റ് കോടതിയിൽ കൂടുതൽ ഇതായിട്ട് വരുന്നത്. മെഡിക്കൽ എവിഡൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ, ഒരു കേസ് ഞാൻ ചെയ്തത് 2 വയസ്സുള്ള കുട്ടിയായിരുന്നു. 2 വയസ്സുള്ള കുട്ടിയെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. ഈ 2 വയസ്സുള്ള ബോയ് അമ്മയുടെ കൂടെയായിരുന്നു. അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വേറൊരാളുമായിട്ടൊരു റിലേഷനുണ്ട്. അവരെ കല്യാണം കഴിക്കണം എന്നായിരുന്നു വേണ്ടി ഈ കുട്ടി മനഃപൂർവ്വം ഒന്നുമില്ല, ഡെയിലി ഉപദ്രവിച്ച് ഇങ്ങനെ
നമുക്ക് കഷ്ടം തോന്നും. ഇങ്ങനെ 2 വയസ്സുള്ള കുട്ടിക്ക് 50-52 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 55 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൂ, 60 സെൻറ്റിമീറ്ററിലകത്തെ ഹൈറ്റുള്ളൂ. അതിൻ്റെ ദേഹത്ത് 52 മുറിവുകളുണ്ട്. അത്രയും ചതവുകൾ പല ഏജിൽ. നമ്മൾ ഈ ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറയുന്ന എക്സാക്ട്ലി അങ്ങനെ തന്നെ. ബാറ്റേഡ് ബേബി സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രല്ല സിൻഡ്രോം. നമുക്കൊക്കെ സിൻഡ്രല്ലയുടെ കഥ അറിയാമല്ലോ. സിൻഡ്രല്ല ഇങ്ങനെ സ്റ്റെപ്പ് മദർ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ബാറ്റേഡ് ബേബി അല്ലെങ്കിൽ ബാറ്റേഡ് ചൈൽഡ് അല്ലെങ്കിൽ സിൻഡ്രല്ല സിൻഡ്രോം എന്ന് പറയാം. മാനസിക വൈകല്യം പല കാരണങ്ങൾ കൊണ്ടാകാം. പേരൻസിൻ്റെ മാനസിക വൈകല്യം, പേരൻസിൻ്റെ അവർ വളർന്ന രീതി, അവർ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാരണങ്ങൾ. പേരൻസ് ലോ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്, പൈസയില്ല, പെട്ടെന്ന് ജോബ് നഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികളുടെ ഇന്റൻഷൻ എന്തായിരുന്നു? ഇതിൽ അവർ ആ കുട്ടീനെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഈ കുട്ടി ഒഴിവാക്കിയിട്ട് മറ്റേ ആളിനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉപദ്രവിച്ച് ആ കുട്ടി മരിച്ചുപോയി. ഇത്രയും മുറിവുകളുണ്ട്. ആ കേസിൽ കോടതിയുടെ ഒരു ഇത്, അതിലിങ്ങനെ ഡിഫൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വീണാ വരും, കുഞ്ഞല്ലേ, തൊട്ടിലിൽ നിന്ന് വീണു. അപ്പം ഞാൻ അതെല്ലാം പറ്റില്ല എന്ന് തന്നെ പറഞ്ഞാണ്. ഫിസിക്കലി അത്രയും മുറിവുകളുണ്ട്, അത്രയും ചതവുകളുണ്ട്. ചതവെന്ന് പറയുന്നൊരു നമ്മൾ ഇടിക്കുക, അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്നത് അത്രയും ചതവുകളുണ്ട് ആ കുട്ടിയുടെ ദേഹത്ത്. എന്നിട്ട് ഇപ്പം നമ്മൾ കോടതിയിൽ പോകുമ്പോൾ കാണുന്ന ഈ അമ്മയും ആ കാമുകനും കല്യാണം കഴിച്ച് അവർക്കിപ്പോൾ 2 കുട്ടികളുണ്ട്. കാരണം കാലം കഴിഞ്ഞല്ലോ. അവരാ മറ്റേ കുഞ്ഞിനൊക്കെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇവർ കുഞ്ഞുങ്ങൾ അടക്കമാണ് കോടതിയിൽ വരുന്നത്. ആ കേസിൽ ജഡ്ജ്മെൻറ്റിൽ എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കുറച്ചുകൂടെ ഒരു റിലവൻസ് കൊടുത്തതായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കൊണ്ടിട്ടാണ് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു. റീസെൻ്റ് ആയിട്ടായിരുന്നു അതിൻ്റെ ട്രയലൊക്കെ നടന്ന, കുറച്ച് നാളായുള്ളൂ. അപ്പോൾ അതിൽ പണിഷ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ടൊക്കെ എന്നൊക്കെയാണ് വാദിച്ചത്. ഇപ്പോഴത്തെ ചെറിയ കുട്ടിക്ക് 1.5 വയസ്സാണ് എന്നൊക്കെയാണ് വാദിച്ചത്. എനിക്ക് ഹസ്ബൻഡ് ഇപ്പോൾ കറന്റ്ലി ഉള്ള ഹസ്ബൻഡ് അറിഞ്ഞിട്ട് ചെയ്തതാണോ? അതെ, കറന്റ്ലി ഉള്ള ഹസ്ബൻഡ് അന്ന് കാമുകനായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളി എവിടെയോ പോയി, പുള്ളി അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവരുടെ കൂടെ ആയിരുന്നു കുട്ടി. ആ കേസിൽ കുറച്ചുകൂടെ പോസ്റ്റ്മോർട്ടത്തിന് എവിഡൻസ്, കൊല്ലാതെ കുട്ടിയെ എവിടെയെങ്കിലും അനാഥാലയത്തിലെങ്കിലും ഒന്ന് വിടരുതില്ല. അതെ, അമ്മത്തൊട്ടിൽ പോലെ ഒരുപാട് സൗകര്യങ്ങളുള്ള നാടല്ലേ. ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയേനെ കുട്ടിയെ. നല്ലൊരു ബോയ് ആയിരുന്നു. അവർക്ക് എന്ത് ശിക്ഷ കിട്ടിയ? അത് അവരെ പണിഷ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സാധാരണ ഞാൻ ഈ പണിഷ്മെൻറ്റിൻ്റെ പുറകെ പോകാറില്ല. കോടതിയിൽ പോയി, അതായത് നമ്മളിങ്ങനെ പറയും, ഡോക്ടറിനെ ഒരു വിറ്റ്നസ്സായിട്ട് സൈറ്റ് ചെയ്താൽ നമ്മൾ റിമൈൻ ആസ് എ പേഴ്സൺ ഓഫ് സയൻസ്, നോട്ട് ഫോർ ഇങ്ങനെ കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നോ നിരപരാധിയെ രക്ഷിക്കണമെന്നോ ഉള്ള ചിന്തകളൊന്നും ഡോക്ടർക്ക് വേണ്ട. റിമൈൻ ആസ് എ പേഴ്സൺ ഓഫ് സയൻസ് എന്നുള്ളതാണ്. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ദിസ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം? ഒരു മദേർലി ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ വന്നിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ദേഷ്യം, വിഷമം, അഗ്രഷൻ, എന്നാൽ എങ്ങനെ ഇത്രയും ക്രൂവലാകാൻ പറ്റും? അങ്ങനത്തെയൊക്കെ കേസസ്. അത് ഞാൻ ഫെമിസൈഡ് എന്ന് പറഞ്ഞു, കില്ലിങ് ഓഫ് ഫീമെയിൽസ്. ഈ ഫീമെയിൽ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കൂടുതൽ കാണുന്നുണ്ട്. കുറേ നാളായിട്ട് തുടങ്ങി ഈ ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ കാമുകിയെ ബ്രൂട്ടലായിട്ട് കൊല്ലാറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിൽ സ്ത്രീകളെ കൊല്ലുന്ന മെയിൻലി അവരുടെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ, അതായത് ലവർ, എക്സ് ലവർ, ഹസ്ബൻഡ്, എക്സ് ഹസ്ബൻഡ്, ഇവരാരെങ്കിലുമാണ് ഈ സ്ത്രീകളെ മെയിൻലി കൊല്ലുന്നത്. അല്ലാത്ത കേസുകൾ വളരെ മോഷണത്തിന്, നമ്മളിപ്പോൾ മൊത്തം സ്ത്രീകളെ കൊല്ലപ്പെട്ട കേസിൽ ഒരു 50% അവരുടെ ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സാണ് കൊലപാതകങ്ങൾ. അല്ലാതെ ചിലപ്പോൾ കൂടുതലും റിലേറ്റീവ്സാണ് കൂടുതൽ. പിന്നെ മക്കളമ്മയെ കൊന്നു, ഈ റീസെൻ്റായിട്ടും ഒക്കെ നമ്മൾ പല കേസുകൾ അങ്ങനത്തെ കേസുകളാണ്. ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടെ നമ്മൾ കാണുന്ന, എത്രത്തോളം അവർ സ്നേഹമായിരുന്നോ അത്രത്തോളം തീക്ഷ്ണമായിട്ട് കൊല്ലുന്നു. അതായത് ഇപ്പോൾ കൊല്ലാൻ ഒരു കഴുത്ത് വെട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു വെട്ട് മതിയെങ്കിൽ ഇവരിങ്ങനെ വെട്ടി കൊല്ലുന്നു. ആ ഒരു ഇത് ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊല്ലുന്നു. അതിന് ഒരു ടേം തന്നെ നമുക്കുണ്ട്, ഓവർ കില്ലെന്ന് പറഞ്ഞു. മരിക്കുന്നതിന് ആവശ്യമായതിൽ എത്രയോ അധികം ഇഞ്ചുറീസാണ്. ഒരു കോവിഡ് സമയത്ത് ഇത് വളരെ കൂടുതലായിരുന്നു, ഡൊമസ്റ്റിക് വയലൻസ്. ഇതൊരു അവർ കുറച്ചുകൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ അതിങ്ങനെ തീർക്കുന്നതും കൂടി ആവുമല്ലേ. ആണ്, ഒരുപാട് സമയം കൂടുതൽ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞാൻ കണ്ട 2 കേസുകൾ അടുത്തടുത്ത് എൻ്റെ ഡ്യൂട്ടിയിൽ 2 ദിവസങ്ങളിൽ ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ വടിവാള് പോലത്തെ വലിയ വാള് വെച്ച് വെട്ടി, മുഖമൊക്കെ ഇങ്ങനെ മുഖത്തൂടെ വെട്ടിയിട്ട് തലയോട്ടി
വരെ എത്തുന്ന തരത്തിലുള്ള ഡെപ്ത്, ഈ നീളത്തിൽ ഒരു ചെവി തൊട്ട് മറ്റേ ചെവി വരെ മൂക്കിൽ കൂടെ പോയിട്ട് അത് ബ്രെയിനിലെത്തി. അത്രയും ഒരു ഇഞ്ചുറി അല്ല, ഇതുപോലത്തെ പല ഇഞ്ചുറികളാണ് ദേഹത്ത് മുഴുവൻ. പിന്നെ വെട്ടുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഹസ്ബൻഡ് വൈഫിനെയാണോ അതോ പറഞ്ഞ കേസ്? ഹസ്ബൻഡ് വൈഫിനെ കൊന്നതാണ്. അതിന് പല കാരണങ്ങളാകാം. സംശയരോഗമുണ്ട്. പിന്നെ ഈ കൂടുതലും ഈ കൊലപാതകം വരുന്ന ഇപ്പം ഇങ്ങനത്തെ ഒരു സ്ട്രെയിൻ റിലേഷനിലായിരിക്കുന്നവർ പെട്ടെന്ന് ഞാൻ ഇനി നിന്നെ വിട്ട് പോവുകയാണ്. അതിപ്പോൾ കാമുകിയാണെങ്കിലും അങ്ങനെയാണ്. ഈ കൊന്ന കാമുകിമാരെ കൊന്നതെല്ലാം അവർ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇത് വരുമ്പോഴാണ്, ആ രീതിയിൽ വരുമ്പോഴാണ് ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊല്ലുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ പ്രതികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ സൂയിസൈഡ് ചെയ്യുന്നെങ്കിൽ അവർ അത്രയും ബ്രൂട്ടലായിട്ട് അവരെ കൊല്ലുന്നുണ്ട്. ഒരു രീതി ഇതുപോലെ വെട്ടുന്ന മാത്രമല്ല, വെട്ടുകയും കഴുത്ത് മുറിക്കുകയും പിന്നെ എന്തെങ്കിലും സാധനം വെച്ച് കുത്തുകയും കൂടെ. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഒരു യങ്ങർ ഏജിലായിരിക്കും ഇത് കൂടുതൽ. നല്ല 75 വയസ്സായ അപ്പൂപ്പൻ 70 വയസ്സായ അമ്മയെ ഈ സംശയം കാരണം കൊല്ലാറുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കേസ്, അങ്ങനത്തെ കേസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് 68-70 വയസ്സുണ്ട് അമ്മയ്ക്ക്, അയാൾക്ക് 75 വയസ്സുണ്ട്. അങ്ങനത്തെ കേസിൽ ഇങ്ങനെ അത് പണ്ടേ കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ തുടങ്ങി സംശയം, ആ സംശയം തീരുന്നില്ല. ഒരു 75 ഇയേഴ്സിൽ കൊല്ലണം എന്നൊരു തോട്ടിലേക്ക് എന്തുകൊണ്ടാ പോകുന്നത്? ഇത്രയും നാളെ ആ ഒരു സംശയം വെച്ചിട്ട് അപ്പൊ എന്തിനു ചെയ്യുന്നു ഇവര്? അപ്പം എന്തിനു ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്ക്, ഇവർ ഈ വഴക്കായിരിക്കും, വഴക്ക് മൂക്കുമ്പം ഒരു ദിവസം ചെയ്യുകയാണ്. അപ്പോൾ കൈ കിട്ടുന്ന എല്ലാം ദേഷ്യത്തിന്റെ പുറത്ത് പെട്ടെന്ന് ചെയ്യുന്നു. പിന്നെ ഈ സെപ്പറേഷൻ വരുമ്പോൾ എസ്ട്രേഞ്ച്മെൻറ്റ്, അതായത് ഇപ്പം ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ബ്രേക്കപ്പ്, തേപ്പ്, ഈ രീതിയിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പ്ലാൻഡ് ആയിട്ടാണ് കൊല്ലുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലുള്ളവരാണെങ്കിലും അവർ ഇപ്പം വൈഫ് പറയുന്നു സെപ്പറേറ്റഡ് ആവാം, ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നീ ജീവിക്കണ്ട, എൻ്റെ കൂടെ അല്ലാതെ നീ ജീവിക്കണ്ട എന്നുള്ളൊരു തോട്ടിൽ പ്ലാൻ ചെയ്ത് മർഡർ. അപ്പോഴാണ് ഈ പെട്രോളോ മണ്ണെണ്ണയോ കൊണ്ടുവരുന്നു, കത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു കേസിൽ ഡൊമസ്റ്റിക്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു കണ്ടിന്യൂസ് വയലൻസിൻ്റെ ഒരു എൻഡ് സ്റ്റേജാണിത്. ഇതൊരു ദിവസം പെട്ടെന്ന് കൊല്ലുന്നതല്ല. അവർ എത്രയോ നാളുകളായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ റിലേഷനിൽ ആ സസ്പീഷ്യസ് ബിഹേവിയർ വയലൻസ് ഉണ്ടായിരുന്നു കാണും. അത് ഒരു എൻഡ് സ്റ്റേജ് വരുമ്പോൾ അവർ സെപ്പറേറ്റഡ് ആവാമെന്ന് പറയുമ്പോൾ അവർ ഒരു കൾമിനേഷൻ ഹോമിസൈഡിൽ വരുന്നതാണ്. സ്പെക്ട്രമാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് തൊട്ട് ഈ മരണത്തിലേക്ക് എത്തുന്ന ഒരു സ്പെക്ട്രം പോലെയാണ് കാണുന്നത്. ഓക്കെ മാം, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കോടതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങളൊരു എവിഡൻസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനെ ഇല്ലാതെയാക്കാൻ ഒരു ഫേക്ക് എവിഡൻസ് പ്രസൻറ്റ് ചെയ്ത കേസസ് ഒക്കെ നിങ്ങൾ എല്ലാം പ്രസൻറ്റ് ചെയ്ത് അനുകൂലമായിട്ട് വിധി വരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഫേക്കായിട്ടൊരു എവിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് മൊത്തത്തിൽ വിധിയെ അങ്ങ് മറിച്ചെഴുതുന്ന രീതിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. ഒക്കറൻസ് വിറ്റ്നസ് ഞാൻ കണ്ട കേസിലൊക്കെ ഒക്കറൻസ് വിറ്റ്നസ് ഹോസ്റ്റൈലാവും. അപ്പോൾ അവർ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അതുപോലെ തന്നെ മാറും. സാധാരണഗതിയിൽ നമ്മൾ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് ഏത് തരം ആയുധം വെച്ചാണ് ഇഞ്ചുറി വന്നതെന്ന് നമ്മൾ പോലീസിന് ക്ലൂ കൊടുക്കും. ചിലപ്പോൾ ഫൗണ്ടഡ് ആയിരിക്കും, അവർക്ക് പോലീസിന് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല ഇത് എന്ത് തരം വെപ്പൺ വെച്ചാണ് വന്നതെന്ന്. അങ്ങനത്തെ കേസുകളിൽ നമ്മളാണ് ഈ ഇഞ്ചുറിയുടെ പാറ്റേൺ നോക്കിയിട്ട് ഏത് തരം ആയുധം വെച്ചിട്ടാണ് വന്നതെന്ന്. അതിൽ 2-3 കേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, നമുക്ക് സാധാരണഗതിയിൽ സ്റ്റാബ് ആണെങ്കിൽ, കുത്തിയ മുറിവാണെങ്കിൽ ആ കുത്തിയ മുറിവ് ഏത് തരത്തിൽ വന്നതെന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു സൈഡ് വെഡ്ജ് പോലെയാണ് ഇഞ്ചുറിയുടെ ഇരിപ്പെങ്കിൽ അത് നമുക്ക് ഒരു അറ്റം മാത്രം ഷാർപ്പായ വെപ്പൺ എന്ന് പറയാൻ പറ്റും, സിംഗിൾ എഡ്ജ്ഡ് വെപ്പൺ. 2 സൈഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടാണെങ്കിൽ, 2 സൈഡ് ഷാർപ്പാണെങ്കിൽ ഡബിൾ എഡ്ജ്ഡ് എന്നാണ്. ഇത് എത്ര ആഴത്തിൽ ഈ ഇഞ്ചുറി ഉണ്ടോ അത്രയും വെപ്പണിൻ്റെ അഗ്രഭാഗത്ത് നിന്നും ആ ആഴത്തിൻ്റെ അകലത്തിൽ ആ വെപ്പൺ ബ്ലേഡിൻ്റെ വീതി ഉണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും മുറിവ് ലെങ്ത് ഉണ്ടാവുക. ക്ലിയർ ആയോ? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്സ്. അത് കുഴപ്പമില്ല, പറഞ്ഞു. അതായത് വെപ്പൺ മുറിവിന് ഒരു നീളവും വീതിയും ആഴവും ഉണ്ട്. ബ്ലേഡിന് ഉണ്ട് ആയുധത്തിന് ഒരു നീളവും വീതിയും ഉണ്ടല്ലോ. ഈ ആയുധവും ഇതും കൂടെ ടാലി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ആയുധം വെച്ച് ഈ ഇഞ്ചുറി വരുമോ എന്ന് നമ്മൾ നോക്കുന്ന മുറിവിൻ്റെ ആഴം 5 സെന്റിമീറ്റർ ആണെങ്കിൽ
ഈ ആയുധത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് 5 സെൻറ്റിമീറ്റർ അകലത്തിൽ ആ ബ്ലേഡിൻ്റെ വീതി നോക്കും. ആ ബ്ലേഡിൻ്റെ വീതി ഈ ഒറിജിനൽ ഇഞ്ചുറിയുടെ നീളവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒറിജിനൽ ഇഞ്ചുറിയുടെ നീളം ഈ വെപ്പണിൻ്റെ ബ്ലേഡിനെക്കാളും നീളം കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ അത്രയെങ്കിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇഞ്ചുറി വരുമ്പോഴത്തേക്ക് നമ്മൾ പോലീസിനോട് പറയും ഇത് ഇന്ന തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള ഒരു സിംഗിൾ എഡ്ജിറ്റ് അല്ലെങ്കിൽ ഡബിൾ എഡ്ജിറ്റ് വെപ്പൺ, കടാര പോലത്തെ വെപ്പൺ വെച്ച് വന്നതായിരിക്കാം എന്ന് നമ്മൾ പറയും. അതനുസരിച്ചാണ് പോലീസ് വെപ്പൺ അവർ റിക്കവർ ചെയ്യുമ്പോൾ നൈഫ് അല്ലെങ്കിൽ കടാര തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഒരു വെപ്പൺ ആയിരിക്കാം. അതുപോലെ എന്ന് പറയുമ്പോൾ സിംഗിൾ എഡ്ജ് വെപ്പൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറിക്കത്തി ആയിരിക്കാം, ചിലപ്പോൾ കടാരയായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ചില കേസുകളിൽ ഈ വെപ്പൺ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലീസ് പോയി വെപ്പൺ ഉണ്ടാക്കിച്ചുകൊണ്ട് വരും മെഷർമെൻറ്റ്സും. അങ്ങനത്തെ കേസുകളിൽ ചിലപ്പോൾ കോടതിയിൽ അത് തള്ളിപ്പോകുന്നതിന് സാഹചര്യം ഉണ്ടാകും. അറിഞ്ഞാലേ അത് നമുക്ക് പറ്റും. പക്ഷേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഈ വെപ്പൺ ഇങ്ങനെ ആയിരിക്കാം എന്നേ നമ്മളിപ്പോൾ പറയാറുള്ളൂ. എക്സാക്ട് മെഷർമെന്റ്സ് കൊടുക്കാറില്ല. അപ്പോൾ അവർ റിക്കവർ ചെയ്യുന്ന വെപ്പൺ നമ്മളെ കാണിച്ച് വെദർ ദിസ് ഇസ് പോസിബിൾ. പിന്നെ അല്ലാതെ ഇത് ഷാർപ്പ് വെപ്പണാണ്. ബ്ലണ്ട് വെപ്പണാണെങ്കിൽ നമുക്കിപ്പോൾ കല്ല് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇടിച്ചത് ആ ഒരു പാടേ നമുക്കറിയാൻ പറ്റും. പക്ഷേ ചുറ്റിക നമുക്കറിയാം, റിപ്പർ ചുറ്റിക വെച്ച് അടിച്ചു കൊന്നു. ആ ചുറ്റിക പോലുള്ള സാധനങ്ങൾ, അതായത് ഒരു ചെറിയ വെപ്പണാണെങ്കിൽ അതിൻ്റെ ആ അടിക്കുന്ന ഫോഴ്സ് വരുന്ന സ്ഥലത്തിന് നല്ല ഹെവി ആയിട്ടുള്ള വെപ്പണാണെങ്കിൽ ഈ സ്കള്ളിൽ ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയും. അതായത് കുഴിഞ്ഞിരിക്കുന്ന കണക്കുള്ള പ്രത്യേക തരം ഫ്രാക്ചർ വരും. അപ്പോൾ ആ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വെപ്പണാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയായിരിക്കും റിപ്പർ ഈ ചുറ്റിക വെച്ചാണ് അടിച്ചു കൊന്നതെന്ന് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള കഥ. ഇതാണ് കേസ് റിപ്പർ. അതുപോലത്തെ ഒരു കേസ് കൊല്ലത്ത് മുമ്പുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ വഴിയരികെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ ആരോ ഒരാൾ വന്ന് ഇതുപോലെ കൊല്ലുന്നുണ്ടായിരുന്നു. അത് പിന്നെന്തായി എന്നുള്ളത് എനിക്ക് എത്ര ഫോളോ അപ്പില്ല. അതിൽ 1-2 കേസുകൾ ഞാനും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വെപ്പൺ നമ്മൾ ടാലി ചെയ്യുന്നത്. പിന്നെ ഈ ടയർ മാർക്ക് വരുമല്ലോ. ഇപ്പം ടയർ മാർക്കിൽ ആ ടയർ ട്രെഡ് മാർക്ക്, ടയറിൻ്റെ ആ വിട്ടും അതിനകത്തുള്ള ട്രെഡ് മാർക്ക് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ടയർ കയറി ഇറങ്ങിയതാണോ എന്ന്. ആ ടയർ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഒരു റോഡരികിൽ മരിച്ചു കിടക്കുന്ന കേസായിരുന്നു. അതിനകത്ത് നോക്കുമ്പോൾ ഇതുപോലെ ടയർ മാർക്കുണ്ട്. അപ്പം മുമ്പ് CCTV ഒക്കെ കുറേ പ്രോമിനൻ്റ് ആവുന്നതിന് മുന്നെയാണ്. CCTV ഉള്ളതുകൊണ്ട് ഏതൊക്കെ വണ്ടികൾ ആ വഴി പോയെന്ന് നോക്കാൻ പറ്റും. ഇതങ്ങനെ അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പോലീസ് ആ കേസ് വേറൊരു 2 വെഹിക്കിൾ കൊണ്ടുവന്ന് അതാവും ഇതാക്കാമോ. അപ്പോൾ അതിലിങ്ങനെ അന്ന് മണലിൽ ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ മാർക്ക് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ വെപ്പൺ വെച്ച്. എൻ്റെ ഒരു കേസിൽ അത് ഞാൻ തന്നെ ചെയ്തത്, ടയർ കയറിയതാണെന്ന് സംശയം വന്ന വണ്ടിയുടെ ടയറിൽ നിന്ന് FSLകാർക്ക് ഈ ടിഷ്യൂ ബിറ്റ് കിട്ടി. അത് വെച്ചിട്ട് അവർ ടാലി ചെയ്ത് ഈ ആളുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് ടാലി ചെയ്ത് അവർക്ക് ഈ സെയിം ആളുടെ ബ്ലഡ് ടിഷ്യൂ ആണ് അതിലുള്ളതെന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ സെയിം വാഹനമാണ് ഇത് ടയറിലുണ്ട്. അതിന് പാറ്റേൺഡ് ഇഞ്ചുറി എന്നാണ് നമ്മൾ പറയുന്നത്. ടയർ മാർക്ക്, പിന്നെ ഈ സൈക്കിൾ ചെയിൻ വെച്ച് അടിച്ചാലുണ്ടാകുന്ന മുറിവ്, അല്ലാതെ അതിനൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാവും. അത് വെച്ചിട്ട് ആ സാധനമാണ് ഇതുണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ലാത്തി വെച്ച് അടിക്കുമ്പോഴും അങ്ങനത്തെ ഉണ്ടാവും. മാം, ഇപ്പം ആത്മഹത്യകൾ ഉണ്ടായിട്ട് മാമിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന കേസസ് ഉണ്ടല്ലോ, അപ്പം അതിലേതെങ്കിലും സാധാരണ യൂഷ്വൽ കാരണങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും മാം ഇത് ചെയ്ത് കണ്ടുപിടിച്ച കേസസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് 15 വയസ്സായ ഒരു കുട്ടിയുടെ 15 വയസ്സായ ഒരു മോഡറേറ്റ് പഠിക്കുന്ന കുട്ടി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പോലീസിൻ്റെ അന്വേഷണത്തിൽ കാമുകന്മാരും ഒന്നുമില്ല, 15 ഇയേഴ്സ്. സാധാരണ 15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ മരിക്കുകയും സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കാമുകന്മാരോ അവർ ബ്രേക്കപ്പോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ആ കേസിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം കണ്ടത് പ്രത്യേകത ഹാങ്ങിങ് ആണ്, മരണകാരണത്തിൽ സംശയമില്ല, പക്ഷെ അതിൻ്റെ യൂട്രസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു, ഓവറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടി അതുകൊണ്ട് 15 വയസ്സിൻ്റെ ഡെവലപ്മെൻ്റൽ വളർച്ചകളുണ്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഒക്കെ അതിനുണ്ട്, പക്ഷേ ഇതിന് യൂട്രസ് ഇല്ല. അപ്പം പിന്നെ പോലീസിനെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോഴാണ് ബന്ധുക്കളോട് ചോദിച്ചിട്ട് പറഞ്ഞത് ഇതുവരെ ആ കുട്ടി മാസമുറ ആകാൻ തുടങ്ങിയിട്ടില്ല, മെനാർക്കി അറ്റൈൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ യൂട്രസ് ഡെവലപ്പ് ചെയ്യാത്ത കണ്ടീഷനും മുള്ളേറിയൻ എജനസിസ് എന്ന മെഡിക്കലി പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു അത്. യൂട്രസ് ഒരു മെംബ്രെയിൻ പോലെ ആ ഭാഗമുള്ളൂ, പക്ഷേ ഓവറീസ് ഉണ്ട്. അതിൻ്റെ ചിലപ്പോൾ ഒരു പിയർ പ്രഷർ കൊണ്ടോ ഒക്കെ ആകാം
സൂയിസൈഡ് ചെയ്തതെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഒരു കാര്യം. അതുപോലെ ഈ പോസ്റ്റ് കോവിഡ് വന്നതിന് ശേഷം ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മരണപ്പെട്ട കേസസ് മാമിൻ്റെ അടുത്ത് വന്നിട്ട് ഫൈൻഡിങ് ആക്യുറേറ്റ് ആയിട്ടുണ്ടോ? ഈ കോവിഡ് സമയത്ത് ഒരുപാട് കോവിഡ് പോസിറ്റീവും ഇരിക്കുന്നതും ഉണ്ടായിരുന്നു. അല്ലാതെ കോവിഡ് പോസിറ്റീവായ ആൾക്കാർ വേറെ കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നതുണ്ടായിരുന്നു. കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചിലർ തൂങ്ങി മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോവിഡ് പോസിറ്റീവായ ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ മറ്റേ ഫുൾ PPE കിറ്റൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലർ പോസ്റ്റ് കോവിഡ് ആയിട്ട് ന്യൂമോണിയൊക്കെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ മരിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഡയറക്റ്റ് കോംപ്ലിക്കേഷൻ കൊണ്ട് മരിച്ചവരുണ്ട്. അല്ലാതെ മരിച്ചത് ഒരു കേസ്, ഒരു 17 വയസ്സുള്ള കുട്ടിയായിരുന്നു. അത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞൊരു 2 വീക്സ് കഴിഞ്ഞ അത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചെറുതായ വയറിരിയുന്ന പോലെ, നെഞ്ചെരിയുന്ന പോലെ വന്നു. പാൻറ്റോപ്പ് കഴിച്ചിട്ട് മാറിയില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, അപ്പം തന്നെ മരിച്ചു. അതിൽ നോക്കുമ്പം കോവിഡ് രക്തക്കൊഴലുകളിൽ 17 വയസ്സുള്ള കുട്ടിക്ക് സാധാരണഗതിയിൽ ഈ നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരുന്നില്ല. അത് കുറച്ചുകൂടെ പ്രായമായവരിലാണ് വരുന്നത്. ഈ കുട്ടിയുടെ രക്തക്കൊഴലുകളിൽ രക്തം കട്ട പിടിച്ച്, ത്രോംബസ് എന്ന് പറയും, രക്തം കട്ട പിടിച്ച് അങ്ങനെ ഇരിക്കുകയും രക്തക്കൊഴലിനെ ഒക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാം ഹിസ്റ്റോപത്തോളജി ചെയ്തപ്പോൾ കണ്ടെത്തി എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ലങ്സിനകത്തും ഇതുപോലെ രക്തക്കട്ടകളുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഇങ്ങനെ ത്രോംബസ് ഉണ്ടാവുന്ന അങ്ങനെ തിയറി അന്നുണ്ടായിരുന്നു. കോവിഡ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഇൽനെസ്സിൻ്റെ സീക്വലായിട്ട് തുടർച്ചയായിട്ട് ശരീരത്തിൽ പെട്ടെന്ന് രക്തം കട്ട പിടിക്കുന്ന കണക്കുണ്ട്. ഇത് അങ്ങനത്തെ ഒരു കേസായിരുന്നു. അപ്പോൾ രക്തം കട്ട പിടിച്ച് ആ കുട്ടി അങ്ങനെ മരിച്ചു.